ഏകീകൃത കുർബാനയിൽ മാറ്റമില്ലെങ്കിലും ചില വിട്ടുവീഴ്ചകളാകാമെന്ന് ആവർത്തിച്ച് പുതിയ മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. മുൻപുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ സഭാതർക്കം തീരില്ലെന്ന് അൽമായ മുന്നേറ്റ സമിതിയും തിരിച്ചടിച്ചു. ഇന്ന് കളക്ടർ വിളിച്ചു ചേർത്ത സമവായ ചർച്ച ബഹിഷ്കരിക്കാനും സമിതി തീരുമാനിച്ചു. ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. കഴിഞ്ഞ ജൂലൈ 1 തീയതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി. അതായത് തീരുമാനങ്ങളിൽ മാറ്റമില്ല, പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ്. ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത്. പാംബ്ലാനി പിതാവ് ഇപ്പോ പറഞ്ഞ ജൂലൈ മാസം 1 തീയതി ഇറങ്ങിയ സർക്കുലർ, ആ സർക്കുലറിൽ പാംബ്ലാനി പിതാവ് വായിച്ച വാചകം മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ സർക്കുലറിൽ മറ്റു പല എഗ്രിമെന്റുകളും ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റുകളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ആ സർക്കുലറിൽ നിന്ന് പിന്മാറിപ്പോയത് ഇതേ സിനഡും ഇതേ ബിഷപ്പുമാരും തന്നെയാണ്. ഞങ്ങളല്ല പിന്മാറിയത്. ഞങ്ങൾ ആ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിൽ പോലും സിനഡ് കുർബാന ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ആ സർക്കുലർ ഇറങ്ങിയതിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3 ആഴ്ച കൊണ്ട് 130 പള്ളികളിൽ സിനഡ് കുർബാന തുടങ്ങിയവരാണ് ഞങ്ങൾ. അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നാക്കം പോയി ആ സർക്കുലറിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ബോധപൂർവമാണ്. ഏകീകൃത കുർബാനയേക്കാൾ ഇപ്പോൾ തർക്കവിഷയം പുരോഹിതർക്കെതിരെ സിനഡ് എടുത്തുകൊണ്ടിരിക്കുന്ന അച്ചടക്ക നടപടികളാണ്. പുതിയതായി പട്ടം കിട്ടുന്ന പുരോഹിതർ ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ എന്ന വ്യവസ്ഥയും തർക്കത്തിന് കാരണമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിഷേധം സഭാ ആസ്ഥാനത്ത് നടക്കുന്നത്. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പഠിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു നിയോഗം എന്റെ മേൽ വന്നത്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിന്റെ സങ്കീർണതകൾ മുഴുവനും മനസ്സിലാക്കി ഉത്തരം പറയുക അസാധ്യമാണല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോ പാംബ്ലാനി പിതാവ് പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അടിയന്തരമായി പരിഹാരമുണ്ടാകേണ്ട വിഷയങ്ങളിൽ അടിയന്തരമായി തന്നെ പരിഹാരം ഉണ്ടാവണം. അതിന് പഠിക്കാം, നാളെ നോക്കാം, പിന്നെ നോക്കാം, അത്തരം പരിപാടികളൊന്നും നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അതേസമയം ഇന്ന് കളക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ സഭാ പ്രതിനിധിയെ അയക്കാമെന്ന നിലപാടും വിമതരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്യണമെങ്കിൽ മെത്രാപ്പൊലീത്തൻ വികാരിയുടെ പ്രസൻസ് ഉണ്ടാവണം. അതിരൂപതയുടെ പ്രതിനിധിയെ വെച്ചൊന്നും ജില്ലാ കളക്ടറുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. ന്യൂസ് 18 കൊച്ചി.